ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 147 സങ്കീർത്തനം 14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ നിന്റെ ദേശത്ത് സമാധാനം വരുത്തുന്നു, വിശേഷമായ കോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു. ഇവിടെ ആരാണ് സമാധാനവും തൃപ്തിയും വരുത്തുന്നത്? മനുഷ്യന്റെ ജീവിതത്തിൽ ശാശ്വതമായ തൃപ്തിയും സമാധാനവും ലഭിക്കുന്നത് ദൈവത്തിങ്കൽ നിന്നാണ്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഇവിടെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം ലഭിക്കുന്നത് ക്രിസ്തുവേശുവിങ്കൽ നിന്നാണ്. യേശു ഇപ്രകാരം പറഞ്ഞു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. യേശുവിൽ കൂടെയുള്ള സമാധാനം അത് ലോകത്തിൽ നിന്ന് ലഭിക്കുന്നത് പോലെയല്ല. ഹൃദയം തെളിമയോടെ ശുദ്ധിയോടെ സമാധാനമായിരിക്കും. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദം നമ്മിലുണ്ടെങ്കിൽ അവിടെ സമാധാനവും ലഭിക്കും. രത്നച്ചുരുക്കം: ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശാശ്വത സമാധാനം ലഭിക്കുന്നത് യേശുവിൽ കൂടെയാണ്. ആ സമാധാനം ലഭിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഹൃദയം കലങ്ങാതെ, ഭ്രമിക്കാതെ, ആശങ്കപ്പെടാതെ മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയും. സമാധാനമില്ലാതെ ഈ ലോകത്ത് അനേകർ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അന്ന് അവർ അനുഭവിച്ചതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്യുമ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നത് ദൈവിക സമാധാനം ഉള്ളിലുള്ളതിനാലാണ്. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്: ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഒരുവൻ തൃപ്തി പ്രാപിക്കണമെങ്കിൽ ദൈവം അവന് നൽകുന്നതിലൂടെയാണ്. ഒരുവന്റെ ശൂന്യതയും ദാരിദ്ര്യവും മാറണമെങ്കിൽ ദൈവം അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. അവിടെ അവൻ തൃപ്തിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. ഈ ദൈവവചനം കേൾക്കുന്നത് അസമാധാനത്തിലും ശൂന്യതയിലുമാണെങ്കിലും ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും തൃപ്തിയും നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.